6 ദിവസമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കനത്ത നാശനഷ്ടമാണ് മഴയെ തുടർന്നുണ്ടായത്. കനത്ത മഴയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 34 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. 19,000 പേരെയാണ് മഴയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചത്. ആസാം, മിസോറാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഇപ്പോഴും തുടരുന്നു. അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ 9 പേരും, മിസോറാമിൽ 5ഉം, നാഗാലാൻഡ്, ത്രിപുര സംസ്ഥാനങ്ങളിൽ 1 വീതവും, മേഘാലയയിൽ 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി 5 ലക്ഷത്തോളം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. മിക്ക സംസ്ഥാനങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അസമിലെ 15ലധികം ജില്ലകളിലായി 78,000 പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. 10,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. മണിപ്പൂരിൽ കനത്ത മഴയിൽ 883 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ബ്രഹ്മപുത്ര, ബരാക് ഉൾപ്പെടെ 10 പ്രധാന നദികൾ അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. പാനൂരിലെ ചുയുവിലെ തൂക്കുപാലം കനത്ത മഴയെ തുടർന്ന് ഒഴുകിപ്പോയി. ട്രെയിൻ സർവീസുകളെയും മഴ ബാധിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ വാഹനം കൊക്കയിൽ വീണ് 7 പേർ മരിച്ചു. മഴക്കെടുതി ബാധിച്ച സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായും ഗവർണറുമായും അമിത്ഷാ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ സൈന്യത്തിന്റെയും NDRF, SDRF സംഘങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 2 ദിവസം കൂടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴക്കെടുതി രൂക്ഷമായ സിക്കിമിലെ ചാറ്റനിൽ മണ്ണിടിച്ചിൽ സൈനിക ക്യാമ്പ് തകർന്ന് 3 പേർ മരിക്കുകയും 6 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതാവുകയും ചെയ്തു. സിക്കിമിലെ ലാംചുഗിൽ നിന്ന് 1678 വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കഴിഞ്ഞ മാസം 29-നുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. ഇപ്പോഴും നിരവധി വിനോദസഞ്ചാരികൾ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അസമിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ സിൽച്ചറിൽ ഒരു ദിവസം കൊണ്ട് പെയ്തത് റെക്കോർഡ് മഴയെന്നാണ് കണക്ക്. ജൂൺ 1-ന് 415.8 മില്ലിമീറ്റർ മഴയാണ് സിൽച്ചറിൽ ലഭിച്ചത്. 132 വർഷങ്ങൾക്കിടെ രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു പ്രദേശത്ത് ഒറ്റ ദിവസം ഇത്രയധികം മഴ പെയ്യുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.